ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുല്ലുമുട്ടായി ഉണ്ടാക്കിയ കഥയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അടുക്കളയിൽ കയറിയിട്ട് അബദ്ധം പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ചിലർക്ക് ഇടയ്ക്കിടയ്ക്കേ പറ്റും, ചിലർക്ക് വല്ലപ്പോഴും പറ്റും. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോയിട്ട് പാളിപ്പോയ ഒരു കഥയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതേതായാലും കഷ്ടപ്പെട്ടെടുത്താലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മളെ ഫേവറേറ്റ് ആയിട്ടില്ലേ മലയാളികളുടെ, നമ്മുടെ ചെറുപ്പകാലത്തെ നൊസ്റ്റാൾജിക് ആയിട്ടില്ലേ പുല്ലുമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു കപ്പ് മൈദയാണ് ഞാൻ മെഷർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള മെഷർമെൻറ്റ്സും ഇൻഗ്രീഡിയൻസും ഒക്കെ കറക്റ്റാണ്. അപ്പം ഞാൻ ചെയ്ത ഒരു മെത്തേഡിൽ ചെറിയൊരു പാളിച്ച പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. കുറച്ചെൻ്റെ നെയ്യും പോയി കിട്ടി, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാ നെയ്യ് ഇങ്ങനെ ചൂടായി വരുമ്പം 1 കപ്പ് മെഷർ ചെയ്തിട്ടുള്ള മൈദ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ മൈദൻ്റെ ഒരു പച്ചമണക്ക് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ആ ഒരു നെയ്യെല്ലാം അതിന് പിടിച്ച് അതിൻ്റെ കട്ടയൊക്കെ പോയി ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ശ്രമമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രാത്രി ഒരു 10 മണിക്കാണ് ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം 1 മണിക്കൂറിന് തന്നെ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അധികം പണിയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളതാണ്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളതും. അപ്പോൾ പക്ഷെ പണി പാളുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ മൈദ നന്നായി ചൂടാക്കി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി കാണിച്ചു തരാം. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് പുല്ലുമുട്ടായി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഒന്ന് പഞ്ചസാര സിറപ്പ്, പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച മൈദ നെയ്യിൽ. അപ്പോൾ ഇതും കറക്റ്റ് മെഷർ ചെയ്തിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര തന്നെ എടുത്തില്ല. അപ്പോൾ 1 കപ്പ് മൈദക്ക് 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ഞാൻ സെയിം കപ്പ് തന്നെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ പഞ്ചസാര സിറപ്പാക്കി എടുക്കണം. ആ ഒരു സിറപ്പിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് കറക്റ്റ് ആവാനുള്ളത് ഈ ഒരു റെസിപ്പിക്ക്. ആ ഒരു സംഭവം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാൻ സിറപ്പാക്കി എടുക്കുകയെന്ന്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പഞ്ചസാര അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ പഞ്ചസാര എല്ലാം അലിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്, ബബിൾസൊക്കെ വന്ന് തുടക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പം ഞാനിതാ ആ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് അവിടെ വെച്ച് തീ കുറച്ചിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്തെടുക്കേണ്ട ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നെയ്യ് പുരട്ടണേ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെയ്യ് പുരട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. നെയ്യും കൂടി പുരട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പുറത്ത് പോയിട്ട് ഓഫ് ചെയ്തത്. അപ്പോഴേക്ക് കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ കളറായി. അതായിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈം പറ്റിയ അബദ്ധം. അപ്പോൾ ഞാനിതാ കുറച്ച് നെയ്യ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയ ഫസ്റ്റ് അബദ്ധം എന്ന് പറയുന്നത് ആ ലൈറ്റ് ബ്രൗൺ കളറിൽ ഞാൻ ഓഫ് ചെയ്തില്ല. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സിറപ്പിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ നീരാണ്. ഞാൻ ഒരു നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് കട്ടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നെയ്യ് പുരട്ടി വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ സ്റ്റിക്ക് ആവില്ല. നല്ല ചൂടോട് കൂടി തന്നെ നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇതൊന്ന് കട്ടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ കയ്യിലേക്ക് എടുക്കുന്ന പാകത്തിലായാൽ നമ്മൾ സെയിം ഓയിൽച്ച ചെയ്യുമ്പോൾ തന്നെ നന്നായി ആ ഒരു ഇളം ചൂടോടെ തന്നെ ഇങ്ങനെ വലിച്ച് പിന്നെയും ഫോൾഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. 2-3 പ്രാവശ്യം വലിച്ചതിന് ശേഷം ഇതാ പൊടിച്ച് വെച്ചിരിക്കുന്ന മൈദയിൽ നന്നായി മുക്കിയെടുക്കണം. നമുക്ക് ഈ മൈദ ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കണം എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതിവിടെ ഒരു റിംഗ് ഷേപ്പിലാക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം വലിക്കുന്തോറും മൈദ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈദ അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്തോളും. പിന്നെയും വലിക്കുക, മൈദ ബാക്കിയുള്ള പൊടിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും നന്നായി വലിക്കുക. അപ്പം അങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ചൂടോടെ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഓരോരോ നാരുകളുടെ ഉള്ളിലേക്ക് മൈദ നന്നായി ആക്കി കൊടുക്കുക വലിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്ട്രിങ്സൊക്കെ നേരിയതായിക്കൊണ്ട് വരും, സോഫ്റ്റ് ആയിക്കൊണ്ട്. അപ്പോൾ ഇതാ തിന്നായിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മളെ പുല്ലുമുട്ടായിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പഞ്ചസാര കുറച്ചൊന്ന് ടൈറ്റ് ആയത് കാരണം ലാസ്റ്റിലാവുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറേ കൂടി മൈദ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് പറ്റുന്ന അത്ര ഞാൻ പരമാവധി വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മളെ പുല്ലുമുട്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ നോക്കാം.
നമ്മുടെ ഫസ്റ്റത്തെ ശ്രമം എങ്ങനെയുണ്ട് നോക്കാം. അതിലുള്ള മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പുല്ലുമുട്ടായിൻ്റെ അത്രയും തിന്നായി കഴിഞ്ഞാൽ നമുക്കിതിലുള്ള ഈ മൈദയിലൊന്ന് കുടഞ്ഞെടുത്തിട്ട് ഈ ഒരു എന്താ പറയണ്ടത് പുല്ലുമുട്ടായി മാത്രം നമുക്ക് വേറെ വെക്കാം. കണ്ടില്ലേ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതാ പുല്ല് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ കളർ മാത്രം ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മൾ പുല്ലുമുട്ടായി ഉണ്ടാക്കാൻ. കണ്ടില്ലേ. ഇനി ഇതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് പറയുക, ഈ ഒരു സാധനം ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ വായിലിട്ടപ്പോൾ ഉണ്ടായ ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. ആ ഒരു പഞ്ചസാര ഒന്ന് ബ്രൗൺ ആയത് കാരണം തീരെ നമുക്ക് കഴിക്കാൻ പറ്റാത്തത്ര കയ്പ്പായിരുന്നു. അപ്പോൾ അതൊന്നും തിന്നാക്കണം. അപ്പം ഞാൻ രണ്ടാമത്തെ ശ്രമത്തിനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ രണ്ടാമതും ഇതാ ഏതായാലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ള നിലക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പറ്റിയ മിസ്റ്റേക്ക് ഒന്നും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതൊരു ഇളം ബ്രൗൺ ആകുന്നതിന് മുമ്പേ തന്നെ ഞാൻ എടുത്ത് ഒന്ന് നന്നായി വലിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ സോഫ്റ്റ് ആയിരുന്നു. അത്രയും നമുക്ക് ആവശ്യമില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ അബദ്ധം. എന്താണെന്നറിയില്ല, ആദ്യത്തെ നല്ല ബ്രൗൺ ആയത് കാരണം രണ്ടാമത് ഇങ്ങനെ നോക്കി നിന്നിട്ടായിരുന്നു പഞ്ചസാര സിറപ്പ് അടുപ്പിൽ നിന്ന് കീച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് നേരത്തെ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം 2 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. ഇവിടെ ഇതാ 2 മിനിറ്റ് അല്ല, ഫ്യൂ സെക്കൻഡ്സ് നേരത്തെ ആയിപ്പോയി. പക്ഷേ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഏതായാലും ഇപ്പം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദപ്പൊടി തന്നെ ചെയ്തതാണ്. അപ്പം ഇനി ആദ്യം നെയ്യൊക്കെ ഇട്ട് മൈദപ്പൊടി വേണ്ടാന്ന് വിചാരിച്ചപ്പോൾ ഇതിൽ തന്നെ ഒന്നുകൂടി ചെയ്തെടുക്കുക. ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. 2 മിനിറ്റ് മുമ്പേ ആകുമ്പോഴുള്ള ഇത് ആദ്യത്തേനേക്കാൾ ഒരുപാട് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നൂല് പോലെ അല്ലെങ്കിൽ നൂലിനേക്കാളും തിന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നന്നായി വലിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റാവുന്നതിൽ മാക്സിമം ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കാം. ഇതാണ് നമ്മളെ പുല്ലുമുട്ടായിൻ്റെ രണ്ടാമത്തെ ശ്രമം. ഇത് വളരെ തിന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പുല്ലുമുട്ടായി നിൽക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. വളരെ സോഫ്റ്റാണ്. പക്ഷെ ആ സോഫ്റ്റ്നെസ് അധികമായത് കാരണം ഇങ്ങനെ എന്താ പറയണത് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വരുന്നു. ഇങ്ങനെ ആ ഒരു പുല്ലുമുട്ടായിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയാനില്ല. പക്ഷെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആദ്യത്തെ പോലെയല്ല, നല്ല പുല്ലുമുട്ടായിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും എന്താ പറയേണ്ടത്, 1 മണിക്കൂറേ ടൈം വേണ്ടു നമുക്ക് മാക്സിമം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ച്. സമയം അപ്പോഴേക്കും ഒരുപാടായിട്ടുണ്ട് രാത്രി. പക്ഷെ എന്നാൽ കൂടി ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ചിലപ്പോൾ ഒന്നിൽ പിഴച്ചാൽ 3 എന്നല്ലേ, മൂന്നാമത്തേൽ അടിപൊളിയായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് 3ാമത്തെ പ്രാവശ്യം ആക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഞാൻ ഇതാ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഏതായാലും ശ്രദ്ധിച്ച് നിന്നിട്ട് എന്താ പറയേണ്ടത്, ആ ഒരു കളർ ചേഞ്ചൊക്കെ മാറുന്നത് നോക്കി നിന്നിട്ട് തന്നെ ഞാൻ പിന്നെ നോക്കി. അപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയാണേ. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലുള്ളൊരു നോസ്റ്റാൾജിക് ഐറ്റായ നമ്മുടെ ഓയിൽച്ച ഉണ്ടല്ലോ, അത് 2 ദിവസം മുമ്പേ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു അതിന് കിട്ടിയത്. പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഓയിൽച്ചേൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മുടെ 3ാമത്തെ ശ്രമം വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോയെന്ന്. ഇളം ചൂടോടെ ഞാനിവിടെ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പം ഞാനിത് സക്സസ് ആയി. ഇനിയിപ്പോൾ ഇത്രയായില്ല, ഇനിയിപ്പോൾ ഇവിടെ എവിടെ പൊട്ടാന്നുള്ള നിലയിൽ ഇത്രയാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൈദ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയെന്ന്. നമുക്കിങ്ങനെ വലിച്ചു നീട്ടി അതിലിടാൻ പാകത്തിലുള്ള മൈദ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റായിട്ട് വലിച്ചെടുത്ത്. പക്ഷെ അതിൽ മൈദ നന്നായി കുറവായത് കാരണം നല്ല ഹാർഡായി പോയിട്ടുണ്ട്. പിന്നെ ഇതാ ഫസ്റ്റ് ടൈമിൽ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടപ്പോൾ നന്നായിട്ട് തിക്കായത് കൊണ്ട് ഇവിടെയും നല്ല പണി കിട്ടി. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ച് ഇത് ക്ലീൻ ചെയ്യലും ഒക്കെ ആയി ഏകദേശം ഒരു സമയമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പുല്ലുമുട്ടായി ഉണ്ടാക്കിയ കഥ. പക്ഷെ ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. നമ്മൾ ഇൻഷാല്ല പെർഫെക്റ്റായിട്ട് നല്ലൊരു കുറച്ചുകൂടി ഈസി മെത്തേഡിൽ ഞാൻ പുല്ലുമുട്ടായി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു പരീക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കിച്ചണിൽ നടത്തിയാലേ നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്കും വല്ല അനുഭവം ഉണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം. കുഞ്ഞു ഫെയിലർ നമ്മളെ കിച്ചണിലായാലും നമ്മളെ ലൈഫിലായാലും ആരും മൈൻഡ് ചെയ്യൊന്നും വേണ്ട. നല്ല അടിപൊളി നല്ല നാളെ ഇനിയും വരാനുണ്ട്. നല്ല വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് തന്നെ പോകാം. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വേറെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.